അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ തറാവീഹ് നമസ്കാരങ്ങളും മറ്റുള്ള എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ. ഇന്നത്തെ തറാവീഹിന്റെ മഹത്വം നാം ഇന്നലെ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? അതെ, ബൈത്തുൽ മഅമൂർ തവാഫ് ചെയ്തതിന്റെയും ഒന്നുകൂടി പറഞ്ഞു, രണ്ടു കൂലിയ. അത് അതന്നെ തവാഫ് ചെയ്തതിന്റെ കൂലി ഒരെണ്ണം കൂടി പറഞ്ഞിരുന്നു. അവർക്ക് ഓർമ്മല്ലല്ലേ? എല്ലാ മണൽത്തിരികളും കല്ലുകളും ഇന്ന് തറാവീഹ് നിസ്കരിച്ചവന് വേണ്ടി പൊറുക്കലിനെത്തുള്ളൂ. ഇന്നത്തെ തറാവീഹിന് 2 കൂലിയാണ്. നാളത്തെ തറാവീഹിന്റെ മാത്രം മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിന് വലിയ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ പ്രയാസങ്ങൾ ഉണ്ടാക്കിയ 3 വ്യക്തികളുണ്ട്. ഒന്ന് നമുക്കൊക്കെ അറിയാം, ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹി. 2 ഹാമാൻ. 3 ഖാറൂൻ. ഇവരാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അഹങ്കാരികളായി ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഈ 3 വ്യക്തികളെയും ഖുർആൻ തന്നെയാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഫിറഔൻ അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ ആളാണ്. ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്, എന്നെക്കാളും വലിയൊരു റബ്ബില്ല, ഞാൻ തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞ ആളാണ് ഫിറഔൻ. പിന്നെ ഹാമാന് ആകാശത്തിലേക്ക് കോണി ഉണ്ടാക്കി അല്ലാഹുവിനോട് യുദ്ധം പ്രഖ്യാപിച്ചാണ്. പിന്നെ ഖാറൂൻ, അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു, പക്ഷെ അദ്ദേഹം മൂസാ നബി അലൈഹി ഇസ്ലാമിനെതിരിൽ പ്രവർത്തിച്ചത് കൊണ്ട് വളരെ മോശമായ രീതിയിൽ ഭൂമിയുടെ അടിയിലേക്ക് ആണ്ടുപോയി. അപ്പൊ വലിയ വലിയ ചരിത്രങ്ങളാണ് ഈ 3 വ്യക്തികളുടെയും. ഈ 3 ആളുകളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനുണ്ടായത്. അപ്പൊ അവർക്കെതിരെ മൂസാ നബി അലൈഹി ഇസ്ലാമും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയും യുദ്ധം ചെയ്തപ്പോൾ, അവരുമായി പോരാടിയപ്പോൾ അവർക്ക് എന്ത് പ്രതിഫലമാണോ അന്ന് അല്ലാഹു തആല നൽകിയത്, ആ പ്രതിഫലം ഇന്ന് തറാവീഹ് നിസ്കരിച്ച ആളുകൾക്കുണ്ട്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. നാളെ, ഇന്നത്തെ കഴിഞ്ഞല്ലോ, നാളെ. അതാണ് നാളത്തെ തറാവീഹിന്റെ മഹത്വം. അല്ലാഹു തആല മറ്റുള്ള എല്ലാ തറാവീഹും നിസ്കരിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.